ബംഗളൂരു കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തെ ആശ്രയിക്കുന്നവർക്കൊരു സന്തോഷ വാർത്ത. സംസ്ഥാന സർക്കാരിന്റെ ഇന്ദിരാ ക്യാന്റീനിന്റെ 2 ഔട്ട്ലെറ്റുകൾ വിമാനത്താവള പരിസരത്ത് ആരംഭിക്കും. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറാണ് ഇക്കാര്യം അറിയിച്ചത്. പാവപ്പെട്ടവരുടെ വിശപ്പകറ്റുന്ന ഇന്ദിരാ ക്യാന്റീൻ പദ്ധതി പ്രശംസ നേടിയെന്ന് മന്ത്രി പറഞ്ഞു. വർഷങ്ങളായുള്ള ആവശ്യത്തിനൊടുവിലാണ് ബംഗളൂരു കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും ഇന്ദിരാ ക്യാന്റീൻ തുറക്കുന്നത്. ക്യാബ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ അടക്കം ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നു. സർക്കാരിന്റെ പുതിയ തീരുമാനം ഡ്രൈവർമാർക്ക് ഏറെ ആശ്വാസകരമാകും. പദ്ധതിക്കായി 2 ടെർമിനലുകൾക്ക് സമീപമായി BBMP സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. ടെർമിനൽ 1-ലെ പാർക്കിംഗ് ഏരിയയിലാണ് ക്യാന്റീനും അടുക്കളയും ഉൾപ്പെടുന്ന ഒരു ഔട്ട്ലെറ്റ്. ഇതിനായി 87 ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. ടെർമിനൽ 2-ലെ ക്യാന്റീനായി 48 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ക്യാന്റീനിൽ 5 രൂപയ്ക്കാണ് പ്രഭാത ഭക്ഷണം വിതരണം ചെയ്യുന്നത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഉച്ചഭക്ഷണത്തിനും അത്താഴത്തിനും 10 രൂപയാണ് നിരക്ക്. തമിഴ്നാട് സർക്കാരിന്റെ അമ്മ ഉണവകം പദ്ധതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് കർണാടകത്തിൽ കോൺഗ്രസ് സർക്കാർ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ പേരിൽ ഇന്ദിരാ ക്യാന്റീൻ പദ്ധതി തുടക്കമിട്ടത്. സംസ്ഥാനത്ത് ഭരണമാറ്റം ഉണ്ടായപ്പോൾ പദ്ധതി മന്ദഗതിയിലായിരുന്നെങ്കിലും കോൺഗ്രസ് സർക്കാർ തിരിച്ചുവന്നതോടെ പദ്ധതിക്ക് ജീവൻ ലഭിച്ചു. സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും 50% വീതമാണ് പദ്ധതിക്കുള്ള പണം നൽകുന്നത്. ഇഡ്ഡലിയും ചമ്മന്തിയുമാണ് പ്രഭാത ഭക്ഷണം. സാമ്പാർ, കേഡ് റൈസ്, ടൊമാറ്റോ ബാത്ത് എന്നിവയാണ് ഉച്ചഭക്ഷണമായും അത്താഴമായും നൽകുന്നത്. ബംഗളൂരുവിൽ മാത്രം 200ഓളം ക്യാന്റീനുകൾ പ്രവർത്തിക്കുന്നുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.